രമേശേട്ടനെ തപ്പിയിട്ട് പറമ്പലിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ. ആളിങ്ങനെയാണ്, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പറമ്പിൽ നിന്ന് കയറുന്ന പരിപാടിയില്ല. അപ്പോൾ നമ്മൾക്ക് വീഡിയോ എടുക്കണ്ടേ, അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ എന്തായാലും രമേശേട്ടനാണ് നല്ലത്. അപ്പോൾ രമേശേട്ടനെ തപ്പി പോകുന്നതാണ് ഞാൻ. രമേശേട്ടോ, നമുക്ക് വീഡിയോ എടുക്കണ്ടേ? ഹലോ. അപ്പം നമ്മൾ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളുടെ യാത്രയുടെ. രമേശേട്ടനെ എനിക്ക് പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രമേശേട്ടൻ തന്നെ പറയട്ടെ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. രമേശേട്ടൻ തന്നെയായിരിക്കും അതിന് ആപ്റ്റായിട്ടുള്ള ആൾ, ശരിക്കും പറയാൻ, ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാൻ. യാത്ര റൈഡ് ചെയ്തത് രമേശേട്ടനല്ലേ, അപ്പോൾ രമേശേട്ടൻ തന്നെ പറയട്ടെ വിചാരിച്ചിട്ടാണ്. ഓണത്തിൻ്റെ ഇടയിൽ പുട്ടിയൊക്കെ കടന്നു ഇത് കുത്തി കയറ്റില്ലേ, എന്താണ് പുളിയും പിന്നെന്താണ് അതിൻ്റെ ഇടയിൽ വേറെ പരിപാടികൾ. ഈ ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടമല്ല, പുട്ട് കച്ചവടത്തിൻ്റെ ഇടയിൽ കൂടെ ഓണം വന്നു, അതുണ്ടായത്. അപ്പോഴാണ് ഞാൻ ഓരോ വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആൾക്കാരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഹിമാലയൻ ഒഡീസിലേക്ക് പോകണമെങ്കിൽ പുളിയിഞ്ചി ഉണ്ടാക്കണം. ഹിമാലയൻ ഒഡീസി ഡേ 1 ഡേ 2 എന്നൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ പുളിയിഞ്ചി തുടങ്ങി. അതെ അതെ. അപ്പോൾ ഇനി നമ്മളുടെ യാത്രയുടെ വീഡിയോകൾ, നിങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണ എൻ്റെ വീഡിയോകൾ തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചണ്ഡീഗഡ് ടു മനാലി. ചണ്ഡീഗഡ് ടു മനാലിയുടെ വീഡിയോ ആണ് ഇനി ഇടേണ്ടത്. പണികൾ നിർത്തി കഴിഞ്ഞാലേ ഇത് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞോ പണി? കഴിഞ്ഞോ? പണി കഴിഞ്ഞിട്ടില്ല, അതായിക്കോട്ടെ. എത്രയേരം കുറച്ച് നേരം അത് കഴിഞ്ഞാൽ ആദ്യം പറമ്പലിക്ക് ഇറങ്ങാം അല്ലേ? എന്താ ഇനിയിപ്പോൾ റൈഡിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെങ്കിൽ അത് ഇതിന് മുമ്പ് പറഞ്ഞിട്ടോ ചോദിച്ചാൽ ശരിയാ. നമ്മൾ പോയ യാത്രയുടെ ഒരുപാട് പേര് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയത് ഹിമാലയൻ ഒഡീസി, റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ഒഡീസി എന്നുള്ള യാത്രയാണ് ഞങ്ങൾ പോയത്, ഹിമാലയ യാത്രയിൽ. അപ്പോൾ അതിലൊരു 100 പാർട്ടിസിപ്പൻസൊക്കെ ആയിട്ടാണ് പോയത്. ചണ്ഡീഗഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചണ്ഡീഗഡിൽ നിന്നുള്ള ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ റൂട്ട് ഏതായിരുന്നു, എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാം. ഓക്കെ. അപ്പോൾ അവരുടെ 20th എഡീഷനാണ്. അതിലത്തെ ഫസ്റ്റ് ടൈമാണ് അവർ 3 ഡിജിറ്റ്സ് തുടർന്നത്. 100 പേര് രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 100 പേരെ കൊണ്ടുപോയിട്ടുള്ളത്, രജിസ്ട്രേഷൻ ആയിട്ടുള്ളതല്ല, കൊണ്ടുപോയിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടോട്ടൽ നമ്പറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 50+ ആയിട്ടുള്ള 2 ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. 2 ഗ്രൂപ്പ് എടുക്കണമെന്നാണെങ്കിൽ ഇനീഷ്യലി അവർ 2 റൂട്ട് വഴി ലേയിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് ഒരുമിച്ച് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇടത്തോട്ട് കൂടെ പോയൊരു വലത്തോട്ട് കൂടെ പോയൊരു ഇടത്തോട്ട് കൂടെ ആയിട്ട് പോകും. അപ്പോൾ 2 റൂട്ടാണ് ഉണ്ടായത്. ഒന്ന് ജമ്മു, ശ്രീനഗർ, കാർഗിൽ വഴി ഒരു സോജില പാസ് ഉണ്ട്. സോജില പാസ് കാർഗിൽ വഴി ലേയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സോജില എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് നൽകിയത്. കാരണം അവരുടെ മെയിൻ ബക്കറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു റൂട്ടിൽ സോജിലയാണ്. അതുപോലെ മറ്റൊരു ഗ്രൂപ്പ് പോണത് മണാലി, ജിസ്പ, പിന്നെ സൻസ്കാർ വാലിയാണ്. സൻസ്കാർ വാലി ഫസ്റ്റ് ടൈമാണ് അവർ പോണത്. സൻസ്കാർ വാലിയിൽ പാതും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് മെയിനായിട്ടുള്ളത്. അത് PADUM എന്നുള്ളതാണ്. അപ്പോൾ പാതും വഴി ലേയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് അതിന് ആ ഗ്രൂപ്പിന് സൻസ്കാർ എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൂപ്പായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സൻസ്കാർ ഗ്രൂപ്പിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. നമ്മൾ സൻസ്കാർ ഗ്രൂപ്പ്. എന്താ രമേശ് ചേട്ടാ അങ്ങനെ എടുത്തേ? സൻസ്കാർ ഗ്രൂപ്പ് എടുക്കാൻ കാരണം എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ജമ്മു ശ്രീനഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഷണൽ ഹൈവേ ആണ്. കംപ്ലീറ്റ് നല്ല റോഡുകളാണ്. കാർഗിലൊക്കെ കംപ്ലീറ്റ് നല്ല റോഡുകളാണ്. ഓൾമോസ്റ്റ് 4 ലൈൻ ഹൈവേ എന്ന് പറയുന്ന മാതിരിയാണ് ലേ വരെയുള്ളത്. മറ്റതാണ് എങ്കിൽ ഓഫ് റോഡിംഗ് ആണ്. അതായത് പല സ്ഥലത്തും ബ്രോക്കൺ റോഡ് നമ്മൾ പോയത് മനാലി, ജിസ്പ, പാതും റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല റോഡല്ല. പല സ്ഥലത്തും ചെറുതായിട്ട് റിവർ ക്രോസിംഗ് ഉണ്ട്, ഓഫ് റോഡിങ് ഉണ്ട്. അതായത് കട്ട, മണ്ണ്, കല്ല്, ഉരുളൻകല്ല്, അങ്ങനത്തെ റോഡുകളുണ്ട്. അത് റിവ്യൂ നോക്കിയിട്ട് പോയതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ 18 ദിവസത്തെ റൈഡിന് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം അവിടെ ചെല്ലണ വഴിക്ക് ഇപ്പോൾ നല്ല റോഡ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഓടിച്ചതിട്ടുള്ള മുഴുവൻ നല്ല റോഡ് കൂടെയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണ സമയത്ത്, എനർജറ്റിക് ആയിട്ടിരിക്കണ സമയത്ത് ഈ ഓഫ് റോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടുവേർഡ്സ് എൻഡ് തിരിച്ചു വരുമ്പോൾ ഈ ശ്രീനഗർ, ജമ്മു കാശ്മീർ അപ്പോൾ നല്ല റോഡാകുമ്പോൾ അപ്പോഴേക്കൊക്കെ ഒരു ദിവസം ഫിസിക്കലി ടയേർഡായിട്ടുണ്ടാവും. മെൻ്റലി ടയേർഡാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ടയേർഡായിട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ള വേറെ കാര്യം. അപ്പോൾ ഫിസിക്കലി കുറേശ്ശെ ഈ 10 ദിവസം 18 ദിവസമൊക്കെ ഹിമാലയാസ് കൂടെ ഓടിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ ടുവേർഡ്സ് എൻഡ് നല്ല റോഡാകുമ്പോൾ
അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പ്രത്യേകിച്ച് ചൂസ് ചെയ്യാൻ കാരണം, അത് സ്പെഷ്യലി ചൂസ് ചെയ്യാൻ കാരണം അതാണ്. അതിൻ്റെ അതേപോലെ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ തിരിച്ചെടുത്തവരുണ്ട്. കാരണം എന്താണെങ്കിൽ ഫസ്റ്റ് ചെല്ലണ ദിവസം തന്നെ ഓഫ് റോഡിങ് വേണ്ട, കട്ട് റോഡൊന്നും വേണ്ട, ഒന്ന് യൂസ്ഡ് ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് കുറേ പേര് ശ്രീനഗർ വഴി പോയത്. പിന്നെ കുറേ പേർക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടിയവരുണ്ട്. ഇതൊന്നും ചൂസ് ചെയ്യാതെ വെറുതെ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവർ ഡിഫോൾട്ടായിട്ട് അലക്കേറ്റ് ചെയ്യും. അങ്ങനെ അലക്കേറ്റ് ചെയ്യണവരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്പെസിഫിക്കലി ചൂസ് ചെയ്യാൻ കാരണം ഇതാണ്. കാരണം മഹാഭാരതത്തിലെ കഥ അച്ചോർമ്മ പറയാറുള്ളപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാണ്ഡവരോടും കൗരവരോടും ചോദിച്ചപ്പോൾ ദുര്യോധനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ആദ്യം സ്വർഗം മതി പിന്നെ നരകം മതി എന്ന്. പാണ്ഡവർ പറഞ്ഞു എനിക്ക് ആദ്യം നരകം മതി പിന്നെ സ്വർഗം മതി എന്ന് പറഞ്ഞിട്ട്. കാരണം ബുദ്ധിമുട്ടുകളാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂഹിക്കാലോ എന്നുള്ളത്. ഏകദേശം ഞാനിപ്പോൾ അതുമാതിരി തന്നെയാണ്. ഇപ്പോൾ പാണ്ഡവനായിട്ടൊന്നുമല്ല, പക്ഷെ ആദ്യം തന്നെയാണ് ബുദ്ധിമുട്ടുള്ളതായിട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ടുവേർഡ്സ് എൻ്റെ സുഖമായിട്ടിരിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. രമേശേട്ടാ, അപ്പോൾ ബാക്കിയും കൂടിയും പറയൂ. ഇനി നമ്മളുടെ ഒക്കെ കുറേ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മളുടെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് റൂൾസൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയൂ. വെട്ടല്ലേ, വെട്ടി കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല. ഇത് നിർത്തിയിട്ട് പറയും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡ്രസ്സുകളുടെ ഉണ്ട്, റൈഡിങ് റൂൾസും ഉണ്ട്. അത് ഡ്രസ്സുകളുടെ, അതായത് നമ്മളുടെ അറ്റയർ, അത് വളരെ സ്ട്രിക്റ്റാണ്. അതായത് ഫുൾ ടൈം റൈഡറും പില്ലിയനും റൈഡിങ് ബൂട്ട്സ് ഉണ്ടായിരിക്കണം, ഒന്നുകിൽ റൈഡിങ് പാൻസ് ഉണ്ടായിരിക്കണം. റൈഡിങ് പാൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഗാർഡ് ഉണ്ടായിരിക്കണം. അത് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡിങ് ഷൂ തന്നെ, പ്രോപ്പർ റൈഡിങ് ഷൂ തന്നെ വേണം. ഷിന്നും കൂടിയും കവർ ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഷൂ. അത് ഇവർ അപ്രൂവ് ചെയ്യണം. പിന്നെ റൈഡിങ് ജാക്കറ്റ് വേണം. ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 2 ലെവൽ 2 തന്നെയാണ് അവർ പ്രിഫർ ചെയ്യണത്. അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ലെവൽ 1.5 എന്ന് പറയാം. ലെവൽ 1-നേക്കാൾ ഇത്തിരി കൂടിയും കൂടിയിട്ടുള്ള ടൈപ്പുള്ള ജാക്കറ്റ് വേണം. ഗ്ലൗ ഉണ്ടായിരിക്കണം. ഗ്ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ റിസ്റ്റ് അടക്കം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഗ്ലൗ ഉണ്ടായിരിക്കണം. ഫുൾ കവർ ഹെൽമെറ്റ് വേണം. ഫുൾ കവർ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഹെൽമെറ്റ് പറ്റില്ല. നല്ല ഗ്രേഡുള്ള ISIയും ഡോട്ടും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ വേണം. ആ സാധനങ്ങളൊക്കെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതിൽ പില്ലിയണും ഇതൊക്കെ നിർബന്ധമാണ്. പില്ലിയൺ പോലും ഫോട്ടോ എടുക്കാനായിട്ട് ഈവൻ ഗ്ലൗ പോലും ഊരാൻ പാടില്ല. ഇതിനൊക്കെ ഫൈനുണ്ട്. ഇവരുടെ ലീഡും ഒരു ട്രെയിലിംഗ് ഒരാളും കൂടി ഉണ്ടാവും, 2 പേരുണ്ടാവും. ഇപ്പോൾ ലീഡെന്ന് തന്നെ പറയാം, 2 പേരുണ്ടാവും. ഒരാൾ മുമ്പിൽ ഏറ്റവും പിന്നിലുണ്ടാവും. ഇവരിങ്ങനെ ഇടയ്ക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളൊന്നും അറിയില്ല ഇവർ സ്വിച്ച് ചെയ്യണതൊന്നും. ആ സ്വിച്ച് ചെയ്യണതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇവിടെ ഇവരുടെ ക്രൂ വീഡിയോ എടുക്കുന്നുണ്ടാവും. ഈ വീഡിയോയിലൊക്കെ ആരെങ്കിലും ഇത് ഏതെങ്കിലും തരത്തിൽ മാറ്റണതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫൈനുണ്ട്. 500 രൂപ 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മിനിമം ഫൈൻ. ഫൈൻ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവർ പറയണതൊന്നുമല്ല, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത് അവസാനം അവർ എന്തെങ്കിലും ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യല്ല, അത് അവർക്ക് എടുക്കാനൊന്നുമല്ല. പക്ഷെ അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. കാരണം അവർ തുടക്കം തന്നെ പറയണ്ടായിരുന്നു, നിങ്ങൾ ഈ 18 ദിവസത്തെ ഹിമാലയൻ ഒഡീസി കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു പാർട്ട് ഓഫ് ലൈഫ് ആകും എന്നുള്ളത്. അത് ഞാനിപ്പോൾ ഞങ്ങൾ 2 പേരും ഞങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ വന്നിട്ട് നാട്ടിൽ വെറുതെ ഒരു ക്യാൻവാസ് ഷൂ ഒക്കെ ഇട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ റൈഡിങ് ഗ്ലൗ ഇല്ലാതെ പോകുമ്പോൾ എന്തൊക്കെയോ മിസ്സിങ്, അതായത് സെക്യൂർ അല്ല എന്നുള്ളൊരു ഫീലിംഗ്. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴും അത് ശീലമാക്കിയിട്ടുണ്ട്, ഒരുവിധം ശീലമായിട്ടുണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഷൂ എങ്കിലും ഇട്ടിട്ട് ഈ വണ്ടി ഓടിക്കുള്ളൂ എന്നുള്ള ഒരു ഇതായിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റൂളുണ്ട്. പിന്നെ അവർ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വണ്ടി ഓടിച്ചും കൊണ്ട് ഫോട്ടോ എടുക്കരുത്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തൂ, 1 മിനിറ്റ് നിർത്തിയിട്ട് അല്ലെങ്കിൽ 30 സെക്കൻഡ് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കൂ, ദെൻ കണ്ടിന്യൂ. അല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു കൈ വിട്ടിട്ടോ, കാരണം ടെറൈൻ അങ്ങനത്തെ അല്ല. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ ഓടിക്കണ അതേ ശീലങ്ങളും ഇതൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാരണ നിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണെങ്കിൽ ഏകദേശം അവരുടെ റൂള് ഒന്നുമല്ല, ചില ഹിമാലയാസിലത്തെ റൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഏർലി എൻഡ് ഏർലി എന്നാണ്. അതൊരു 3 to 4 PM മാക്സ് ഇതിനുള്ളിൽ റൈഡ് അവസാനിപ്പിക്കുക. ആൾ വീണ്ടും പണിക്കായിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ചോദിച്ചറിയാം. നമുക്ക് ആദ്യത്തെ ദിവസത്തെ റൈഡിലേക്ക് കിടക്കാം. ഹലോ, ഞങ്ങളുടെ യാത്ര ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ ഭയങ്കര ഡ്രീം ആയിട്ടുള്ള, ഞങ്ങളുടെ സ്വപ്നമായിട്ടുള്ള ഒരു യാത്ര ഞങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഹിമാലയൻ യാത്ര, ഹിമാലയൻ ഒഡീസി റോയൽ എൻഫീൽഡിൻ്റെ ഒരു പ്രൈഡ് യാത്രയാണ്. ഒരു 15-20 ദിവസത്തോളമുള്ള യാത്രയാണ് ഹിമാലയത്തിലേക്കുള്ള യാത്ര. ഓൺ ദ വേ നിങ്ങളെല്ലാം എല്ലാ സ്ഥലങ്ങളും പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായത്. അപ്പോൾ എന്നെ കണ്ടില്ലേ, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൈഡേഴ്സും ഇങ്ങനൊരു ഡ്രസ്സിലാണ്. ഇത് ജാക്കറ്റ്,
സെക്കൻഡ് ലെവൽ സെക്യൂരിറ്റി ഉള്ള ജാക്കറ്റാണിത്. പിന്നെ ഷൂ, റൈഡിങ് ഷൂ വേണം. പിന്നെ എന്താണ് നീ ഗാർഡ്, അതുപോലെ ഹെൽമറ്റ്, എല്ലാ പ്രൊട്ടക്ഷനോടും കൂടിയിട്ടാണ് യാത്ര. ഇത് പിന്നിലിരിക്കുകയാണെങ്കിലും വണ്ടി ഓടിക്കുകയാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഇനി യാത്രകൾ തുടങ്ങുന്നത്. 15 ദിവസം ഇങ്ങനെ ഒരു ഡ്രസ്സിലായിരിക്കും ഞങ്ങളെല്ലാവരും ഉണ്ടാവുക. അപ്പോൾ ഇന്നിവിടെ ഫ്ലാഗ് ഓഫാണ്, ചണ്ഡീഗഡിൽ വെച്ചിട്ടാണ് ഫ്ലാഗ് ഓഫ് സെറിമണി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടത്. അതിൽ സ്ഥിരമായിട്ടൊരു 20+ കൊല്ലങ്ങളായിട്ട് അവർ നടത്തുന്ന യാത്രയാണ്. അപ്പോൾ അതിൽ ബുദ്ധിസ്റ്റ് സന്യാസിമാർ വന്നിട്ടാണ് അത് ഇവരുടെ ഒരു ബ്ലെസ്സിങ്ങും അവരുടെ ടാഗ്, അവരുടെ ഒരു എന്താണ് പറയുക, ഒരു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ നേപ്പാളിലൊക്കെ പോയിട്ട് വരുന്ന ഒരു ബൈക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കൊടി പോലെ ഒരു സാധനം കിടന്നത്. അതൊക്കെ അവർ തന്നിട്ട് അവരെല്ലാ പാർട്ടിസിപ്പൻസിനെയും ബ്ലെസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇത് അവരുടെ സ്റ്റാർട്ട് ചെയ്യണത്. അത് ഇത്രയും കൊല്ലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്ലാഗ് ഓഫ് സെറിമണി 6:30-ക്കാണ്. 6:30-ക്ക് 7 മണി സമയത്താണ്. ഞങ്ങൾ ഇവിടുന്ന് നേരെ 2 ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ഗ്രൂപ്പ് ശ്രീനഗർ വഴിയും മറ്റേ ഗ്രൂപ്പ് മനാലി വഴിയും ലേയിലേക്കാണ്. 4 ദിവസം കൊണ്ടാണ് ലേയിലെത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞാൻ പോകുന്ന ഗ്രൂപ്പ്, ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ രമേശനും പോകുന്ന ഗ്രൂപ്പ്, ഞങ്ങൾ മനാലി വഴി പോകുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ മനാലി വഴി പോകുന്ന ഗ്രൂപ്പുണ്ട്, ശ്രീനഗർ വഴി പോകുന്ന ഗ്രൂപ്പുണ്ട്. 50 പേര് വെച്ചിട്ടാണ്. അതിൽ ടെക്നീഷ്യൻസ് ഉണ്ടാവും എല്ലാം കൂടിയിട്ട്. പിന്നെ അതൊരു 60-65 പേരോളം വരും ഒരു ഗ്രൂപ്പിൽ തന്നെ. ഡോക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, വണ്ടി എല്ലാം കൂടിയിട്ട് ഒരു 65 ക്രൂ ഉണ്ടായിരിക്കും. 65 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും ഒരു ഗ്രൂപ്പിൽ. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ഇവിടുന്ന് പോയിട്ട് ലേയിലാണ് ഞങ്ങൾ 5-ാമത്തെ ദിവസം ലേയിൽ വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റ ഗ്രൂപ്പാകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഓൺ ദ വേ നമുക്ക് കാണാം. ഞങ്ങൾ കയ്യിലൊരു ബാഗ് കൊണ്ടുപോകണം. അതിൽ അത്യാവശ്യം നമ്മളുടെ ഡ്രസ്സുകളും ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സുകളും ഒക്കെ കൂടിയിട്ട് കയ്യിൽ വെക്കാനുള്ള ആ ബാഗ് വണ്ടിയുടെ മുകളിൽ കെട്ടി വയ്ക്കുകയാണ്. ഇത് ഞങ്ങളുടെ ലഗേജ് വാനാണ്. ഇത് ഞങ്ങൾ സംസ്കാർ ഗ്രൂപ്പിൻ്റെ ലഗേജ് വാനാണ്. ഞങ്ങളുടെ വണ്ടി ബാഗൊക്കെ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സോജില ഗ്രൂപ്പിൻ്റെ ലഗേജ് വാനാണ്. അവർ വേറെ വഴിയാണ് പോകുന്നത്. ഈ വാനുകൾ ഞങ്ങളുടെ മെക്കാനിക്കൽ സപ്പോർട്ട് വാനുകളാണ്. 2 വാനുകളുണ്ട് മെക്കാനിക്കൽ സപ്പോർട്ട്. 2 ഗ്രൂപ്പിനായിട്ട് 2 വാനുകൾസ്, 2 സെറ്റ് ഓഫ് ഡോക്ടേഴ്സുണ്ട്. ഡോക്ടേഴ്സിൻ്റെ എല്ലാ ഫെസിലിറ്റികളും ഇതിലുണ്ട്. ഓക്സിജൻ സിലിണ്ടർ അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ വാനാണ്. അത് അവരുടെ സപ്പോർട്ടിംഗ് വാനാണ്. ഇതൊക്കെ എല്ലാ ഗ്രൂപ്പിനും ഇത്രയും സപ്പോർട്ടിംഗ് വണ്ടികളുണ്ട്. പിന്നെ ലഗേജ് വാൻ വേറെയുണ്ട്. നമ്മളൊരു ബോണ്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോണ്ട് സൈൻ ചെയ്യണം. രാവിലെ 5:30-ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. 5:30 ആകുമ്പോൾ സമയം. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിഭവസമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പലതരം കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ദോശ, ഇഡ്ഡലി, സാൻഡ്വിച്ചുകൾ മുതൽക്ക് ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പലതരം മിൽക്ക് ഷേക്ക്സ്, പിന്നെ എന്താണ് ജ്യൂസുകൾ, പല വിധത്തിലുള്ള ജ്യൂസുകൾ, പിന്നെ കോൺഫ്ലേക്സ്, പലതരം ബ്രെഡുകൾ, ഓംലെറ്റ്, ഇങ്ങനെ മുട്ട വിഭവങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ. പക്ഷേ പലതും കഴിക്കാൻ പറ്റണ്ടേ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ 5:00 ഇവിടെ നിന്ന് നമുക്ക് കഴിച്ചിട്ട് ശീലം. സെറിമണിക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി, എല്ലാവരും റെഡിയായി. ഒന്നിച്ച് ഒരുപാട് ബൈക്കുകൾ, ഒന്നിച്ച് 125 ബൈക്കോളം ഉണ്ട് അതിൽ. അതെല്ലാം കൂടി ഒരുമിച്ച് ഇരിക്കുന്നത് കാണാൻ തന്നെ, കാരണം മീഡിയ പേഴ്സൺസും ഒക്കെ ഉണ്ട് നമ്മളുടെ കൂടെ. അതിലൊക്കെ കൂടി ഒന്നിച്ച് ഇരിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങേറ്റം വരെ നിങ്ങൾക്ക് ബൈക്കുകളാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. We have this great tradition that we've been following each year for every single Himalayan Odyssey that we've held. We've got prayer flags. So what you do, you walk onto the stage, you tie your prayer flag onto either of the poles. And so we have the ride leads, just watch what they're doing and follow their lead. That's exactly what you're going to do for the next 18 days as well. And then take blessings from respected monks. You see behind me, you're going to take blessings for the grand road trip that you're about to embark upon. For the next 18 days, we'll pray to keep you safe and for smooth passage through the mountains.
All right? ഓക്കെ. I hope to see you all here at the end of these 18 days. രമേശ് ചേട്ടൻ അത് കെട്ടുകയാണ്, ടാഗ് കെട്ടിക്കൊണ്ടൊക്കെയാണ്. It's a very auspicious thing. Do not in any circumstance take any flag and start putting it on your bikes before you have been to Ladakh. Okay? We bikers are a bunch of superstitious idiots, and this is one of the long-standing superstitions. And not unless you have set foot in that hallowed place do you do that. After you reach Leh, you can buy something over there and put it on your bike. It's perfectly fine, but don't do it before. All right? It's just something that I believe in, and I'm an idiot for this. But please, let's not do it. Okay? അങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. 18 ദിവസത്തെ യാത്രയുടെ തുടക്കമായി. ഈ യാത്രയുടെ ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.